എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നോക്കാം. അതിന് മുന്നേയായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോവല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആദ്യം തന്നെ ഇതിൻ്റെ കവറിംഗ് ആണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് ചെറു ചൂട് പാലാണ് എടുത്തിരിക്കുന്നത്. ചെറു ചൂടായിട്ടുള്ള പാല് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ടേബിൾ സ്പൂൺ ആണ്, ടീസ്പൂൺ അല്ല, അത് ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡ്രൈ ഈസ്റ്റ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദ കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഈസ്റ്റ് ഗ്രാന്യൂൾസ് ആണ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം മൈദ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമായിട്ടുള്ളത് മുട്ടയാണ്. ഒരു മുട്ട കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കൂട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു 1/2 കപ്പ് പാല് മാത്രം മതിയാകും. നിങ്ങൾക്ക് ഇനിയിപ്പോൾ പാല് വേണ്ടാന്നുണ്ടെങ്കിൽ ചെറു ചൂടായിട്ടുള്ള വെള്ളം വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. പാലാകുമ്പോൾ രുചി ഒന്നും കൂടെ കൂടും. അഥവാ വെള്ളമാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കയ്യിൽ മിൽക്ക് പൗഡർ ഉണ്ടെങ്കിൽ അതൊരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും രുചി നല്ലപോലെ കൂടും. ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് റിഫൈൻഡ് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം കൈയെടുക്കാതെ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നല്ല പോലെ തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കൂട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇതാ ഞാനിപ്പോൾ നന്നായിട്ട് തന്നെ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. കൂട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഇനി ഇതുപോലെ ഒന്ന് ടക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു കൂട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് വേണ്ടത്. ഇതുപോലെ നന്നായിട്ടൊന്ന് ടക്ക് ചെയ്തതിന് ശേഷം പാത്രത്തിലേക്ക് ഇറക്കി വയ്ക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് 1/2 ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആയിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. എല്ലാ ഭാഗത്തേക്കും നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു കൂട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് ചെയ്യേണ്ടത്. 1-2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഈ ഒരു കൂട്ട് ഡബിൾ സൈസ് ആവുന്നത് വരെ വേണം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാനിവിടെ ചേർത്തത്. നിങ്ങൾക്ക് ചതച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ചിക്കനാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 200 ഗ്രാമോളൊക്കെ കാണും. ചിക്കൻ ആദ്യം ഉപ്പിട്ട് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ചെറുതായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിന് പാകത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു ചിക്കൻ നല്ലപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ചെറുതായിട്ട് കട്ട് ചെയ്തതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചക്കറികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാപ്സിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഫുള്ളായിട്ട് തന്നെ എടുത്തിരുന്നു. അതുപോലെ ഒരു ചെറിയ കഷ്ണം ക്യാബേജും കൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒന്ന് നല്ല പോലെ തന്നെ ആദ്യം യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കനിൽ നേരത്തെ തന്നെ ഉപ്പ് ചേർത്തിരുന്നു. ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് നല്ലപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും പച്ചക്കറിയിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നല്ലപോലെ തന്നെ വെന്ത് വന്നോളും. ഇത് ഒരുപാട് അങ്ങനെ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 1/4 വേവൊക്കെ ആയാൽ മതിയാകും. ആ ഒരു പച്ചക്കറിയൊക്കെ കടിക്കാൻ കിട്ടുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത്. ആ പച്ചക്കറിയിൽ നിന്നൊക്കെയുള്ള വെള്ളം നല്ലപോലെ വറ്റി വന്നതിന് ശേഷം ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് സോയ സോസ് ഉണ്ടെങ്കിൽ അതും 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. സോസുകളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ്. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അവസാനമായിട്ട് സ്പ്രിംഗ് ഓനിയനും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കൂട്ടി ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ നേരത്തോളം നന്നായിട്ട് തന്നെ ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. കൂട്ട് നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഒന്നും കൂടെ നന്നായിട്ട് നീഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കാം. മീഡിയം വലുപ്പത്തിലുള്ള ഉരുളകളാണ് ഞാനിവിടെ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്.
കൂട്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഉരുള ഇതുപോലെ ഒന്ന് ടക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് പരത്തിയെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഒട്ടും ക്രാക്ക് ഇല്ലാതെ നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഏത് ബോർഡിലാണോ നിങ്ങൾ പരത്തിയെടുക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു ബോർഡിൽ നല്ല പോലെ തന്നെ എണ്ണ തടവിയെടുത്താൽ മതി. പൊടിയാക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് എണ്ണ തടവിയെടുത്തതിന് ശേഷം നമുക്കിത് പരത്തിയെടുക്കാം. ഇത് പരത്തിയെടുക്കാനായാലും ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, ഒട്ടും പറ്റിപ്പിടിക്കൊന്നുമില്ല. കൂട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് പരത്തിയെടുക്കാനും പറ്റും. ഒരുപാട് കനം കൂട്ടിയും പരത്തണ്ട, ഒരുപാട് കനം കുറയ്ക്കുകയും വേണ്ട. അത്യാവശ്യം ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ നടുവിലേക്കായിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ദാ ഈ ഒരു കനത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ പരത്തിയെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ നടുവിലേക്കായിട്ട് ആവശ്യത്തിന് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1.5 ടേബിൾ സ്പൂണോളൊക്കെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഞാനിവിടെ ഒരു ചീസ് സ്ലൈസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ചീസ് സ്ലൈസിൻ്റെ പകുതിയാണ് ഞാനിപ്പോൾ ഇവിടെ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും ഒരു കുഴപ്പമില്ല. ചീസും കൂടെ വരുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും, അതുകൊണ്ടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി എല്ലാ ഭാഗവും ഇതുപോലെ എടുത്ത് നന്നായിട്ടൊന്ന് സീൽ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒന്നല്പം വലിച്ച് എല്ലാ ഭാഗവും യോജിപ്പിച്ചെടുത്താൽ മതി. ബാക്കി വന്ന കൂട്ട് നന്നായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് തന്നെ ഒന്ന് അമർത്തി വെച്ചാൽ മതി. അപ്പോൾ ഒട്ടും പൊട്ടിപ്പോകാതെ നമുക്ക് കിട്ടിക്കോളും. എന്നിട്ട് കൈ ഉപയോഗിച്ച് തന്നെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ, ഒരുപാട് പരത്തിയെടുക്കുന്നില്ല. ഈ ഒരു രീതിക്കാണ് ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഷേപ്പും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ഇത് പരത്തിയെടുത്ത് ഒരു പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത്. പാത്രം ഇതുപോലെ കവർ ചെയ്ത് വെക്കാൻ വേണ്ടി മറക്കരുത്, അല്ലാന്നുണ്ടെങ്കിൽ പുറമേ ഡ്രൈ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു പാത്രത്തിലും കുറച്ച് എണ്ണയൊന്ന് തടവിക്കോളൂ. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. വളരെ കുറച്ച് ഓയിൽ ഉപയോഗിച്ചാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. ഷാലോ ഫ്രൈ ആണ് ചെയ്തിരിക്കുന്നത്. ഒരു പാനിൽ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളൊക്കെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ പറഞ്ഞതുപോലെ വളരെ കുറച്ച് എണ്ണ മാത്രമേ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒട്ടും എണ്ണ കുടിക്കൊന്നുമില്ല. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അത് ഫ്രൈ ആയി വന്നതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ എല്ലാം തന്നെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതിനുശേഷം ഇതിൻ്റെ സൈഡ് ഭാഗം കൂടെ ഒന്ന് മൊരിയിച്ചെടുക്കാനാണ് ഇതുപോലെ ചെയ്തിരിക്കുന്നത്. സൈഡ് ഭാഗവും നന്നായിട്ടൊന്ന് എല്ലാ ഭാഗവും ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയായി കഴിഞ്ഞാൽ നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പുറമേയുള്ള ബണ്ണ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത് ചിക്കൻ സ്റ്റഫ് ചെയ്തിരിക്കുന്ന ബ്രെഡാണ്. പക്ഷേ ഈ ഒരു ബ്രെഡ് നമ്മൾ ഓവനൊന്നും ഇല്ലാതെ വളരെ കുറച്ച് എണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു ഫ്ലേവറിലാണ് ഈ ഒരു സ്റ്റഫ്ഡ് ബണ്ണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിതിപ്പോൾ പൊട്ടിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഉള്ളിലത്തെ ഫില്ലിംഗ് അല്പം ജ്യൂസി ആയിട്ടാണ് ഉണ്ടാകുക. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.